Hello friends, നമുക്ക് SQL സെർവറിലുള്ള യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതിൽ SQL സെർവറിൽ ത്രീ ടൈപ്പ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് സ്കാലർ ഫങ്ഷൻ, ഓക്കെ, പിന്നെ ഉള്ളത് ടേബിൾ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. ആ കാറ്റഗറിയിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻലൈൻ ടേബിൾ ഫങ്ഷനും മൾട്ടി സ്റ്റേറ്റ്മെന്റ് ടേബിൾ വാല്യൂഡ് ഫങ്ഷനും. നമുക്ക് സ്കാലർ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്കാലർ ഫംഗ്ഷന് will accept 0 or more parameters. നമുക്ക് പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യാൻ കഴിയും. പാരാമീറ്റർ ലെസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, പാരാമീറ്ററുകൾ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, സ്കാലർ ഫംഗ്ഷൻ എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ DBയിൽ രണ്ട് ടേബിൾ ഉണ്ട്, കൺട്രി ഉണ്ട്, കസ്റ്റമറും ഉണ്ട്. നമുക്ക് ഈ കൺട്രി എന്ന ടേബിളിൽ നമുക്കൊരു ID പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ നെയിം റിട്രീവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതണം, ഒരു സ്കാലർ ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം എഴുതേണ്ടത് ക്രിയേറ്റ് പ്രൊസീജിയറുമായി വരുന്ന ക്രിയേറ്റ് ഫംഗ്ഷൻ ഫംഗ്ഷൻ്റെ നെയിം പറയാം. നമുക്കൊരു പ്രിഫിക്സ് കൊടുക്കണം, FN ഫംഗ്ഷൻ ഗെറ്റ് കൺട്രി. ഓക്കെ, ഇതിലേക്ക് നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യണം. പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ കൺട്രി ID ആണ്. ഓക്കെ, കൺട്രി ID എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ടൈപ്പ് ആണ്. ഓക്കെ, ആസ് നമ്മളുടനെ ഇത് എന്താണ് റിട്ടേൺ ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കാലർ വാല്യൂ. ഇതിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് കൺട്രിയുടെ നെയിമാണ്. ഓക്കെ, നമുക്ക് വർക്കർ ഓഫ് 100. ഓക്കെ, ബിഗിൻ എൻഡ് എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിൽ നമുക്ക് കൺട്രിയുടെ കോഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്താ കണ്ടീഷൻ കൊടുക്കുന്നത്? കൺട്രി ID ഈസ് ഈക്വൽ ടു നമ്മൾ ഈ പാസ് ചെയ്യുന്ന പാരാമീറ്റർ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വരുന്ന വാല്യൂ നമുക്ക് നെയിം വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഒരു വാരിയബിൾ വേണം. പറയാം ഡിക്ലെയർ അറ്റ് കൺട്രി നെയിം ഈസ് കൺട്രി നെയിം വർക്കർ ഓഫ് 100. ഓക്കെ, എന്നിട്ട് ഈ വാല്യൂ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വയ്ക്കണം. നമ്മൾ എന്താ ചെയ്തെച്ചാൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതിൽ നമുക്ക് എന്താണ് പാരാമീറ്റർ ആയിട്ട് കൺട്രി ID കൊടുക്കണം. അപ്പോൾ ആ കൺട്രി IDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള വാല്യൂ എന്താ വെച്ചാൽ നമ്മുടെ കൺട്രി നെയിമിൽ കിട്ടുന്നു. ഓക്കെ, എന്നിട്ട് ഈ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ കൺട്രി നെയിം. ഓക്കെ, ജസ്റ്റ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയി. ഓക്കെ, ഈ ഫംഗ്ഷൻ എവിടെ വന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രോഗ്രാമിൽ ഫങ്ഷൻസ് സ്കാലർ ഫംഗ്ഷൻ എടുക്കണ്ട. അത് നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ്റെ നെയിം വന്നിട്ടുണ്ട്, ഫംഗ്ഷൻ ഗെറ്റ് കൺട്രി നെയിം. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ കോൾ ചെയ്യാൻ നോക്കാം. എങ്ങനെ കോൾ ചെയ്യാൻ വെച്ചാൽ സെലക്ട്
സെലക്ട് നമുക്ക് ഈ വാല്യൂ ഉപയോഗിക്കാം. കൺട്രി നെയിം നമ്മൾ വാല്യൂ പാസ് ചെയ്യണം, 1 എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രി പാസ് ചെയ്യണം. ഓക്കെ, വാല്യൂ 1 എന്ന് പറഞ്ഞാൽ കൺട്രി ഇന്ത്യയാണ്, വാല്യൂ 2 പറഞ്ഞാൽ ശ്രീലങ്കയാണ്. ഓക്കെ, ജസ്റ്റ് നോക്കി നോക്കാം. കണ്ടോ, നമുക്ക് ആ വാല്യൂ ഇവിടെ കിട്ടി, സെലക്ട് ക്വറിയിൽ കിട്ടി. നമ്മുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് 2 ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇപ്പോൾ സ്കാലർ ഫംഗ്ഷൻ 0 അല്ലെങ്കിൽ മോർ പാരാമീറ്റേഴ്സ്, ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സും ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് വിൽ ആൾവേസ് റിട്ടേൺ സിംഗിൾ വാല്യൂ, ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യൂ. ദ റിട്ടേൺ ടൈപ്പ് ഓഫ് സ്കാലർ ഫംഗ്ഷൻ എനി ഡാറ്റ ടൈപ്പ് എക്സെപ്റ്റ് ടെക്സ്റ്റ്, ടെക്സ്റ്റ്, ഇമേജ്, കഴ്സർ അങ്ങനെയുള്ള അത് റിട്ടേൺ ചെയ്യാൻ സമ്മതിക്കില്ല. ദിസ് ക്യാൻ ബി ആൾസോ യൂസ് ഫോർ വേർ ക്ലോസ് ആൾസോ, വേറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം ജസ്റ്റ് നമ്മുടെ സെലക്ട് ക്വറിയിൽ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ നമ്മൾ വിളിക്കുന്നുണ്ട്. ഇവിടെ എന്താ വരുന്ന കൺട്രിയാണ്. ഇതിൻ്റെ അപ്പുറത്ത് എനിക്ക് കൺട്രിയുടെ നെയിമും കൂടെ കൊണ്ട് ചെയ്യണം, ഈ ക്വറിയിൽ കിട്ടണം. ഓക്കെ, നമുക്ക് ചെയ്യാൻ നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ കോമ ഇട്ടിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ പുറത്ത് വിളിക്കുക. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഹാർഡ് കോഡ് ചെയ്ത് പാസ് ചെയ്യാനായിട്ട് ഈ കൺട്രി ഐ ഡി നമ്മളോട് പറഞ്ഞു കൊടുക്കുക. കസ്റ്റമറുടെ കൺട്രി, അതായത് ഇവിടെ വരുന്ന ഫസ്റ്റ് കസ്റ്റമറുടെ കൺട്രി ഐ ഡി വേണം, അപ്പോൾ സെക്കൻഡ് കസ്റ്റമറുടെ കൺട്രി ഐ ഡി വേണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ വാല്യൂ എടുത്തു. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടേക്ക് കൺട്രി ഐ ഡി പാസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് എക്സിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ട കൺട്രിയുടെ നെയിംസ് ഇവിടെ വന്നിട്ടുണ്ട്. 1 ഉള്ളത് ഇന്ത്യ വന്നിട്ടുണ്ട്, 2 ഉള്ളത് ശ്രീലങ്ക വന്നിട്ടുണ്ട്, 3 ഉള്ളത് USA വന്നിട്ടുണ്ട്. ഇതിനൊരു ഏരിയാസ് നെയിം കൊടുക്കാം, കൺട്രി നെയിം. ഓക്കെ, ഇപ്പോൾ സിംഗിൾ വാല്യൂ ഫംഗ്ഷൻ, സ്കാലർ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മളൊരു വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് വേർ കണ്ടീഷൻ കൊടുത്തു നോക്കാം. വേർ കണ്ടീഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കൺട്രി ഐ ഡി പാസ് ചെയ്തിട്ട് എനിക്ക് ഇന്ത്യ, നമ്മൾ കൺട്രി ഐ ഡി പാസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, അതിൻ്റെ വാല്യൂ കിട്ടും, അതായത് കൺട്രിയുടെ നെയിം കിട്ടും. ഈ നെയിം ഇന്ത്യ ഉള്ളത് മാത്രം ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇന്ത്യ. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ്റെ ഇന്ത്യയുള്ള ഡാറ്റ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ജസ്റ്റ് നോക്കി നോക്കാം. കേട്ടോ, ആ വാല്യൂ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേർ ക്ലോസിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഗൈസ്.